വേറെ ട്രെയിൻ വരണം. ഓ മൈ ഗോഡ്. അവിടെയുള്ള സ്ഥലത്താന്ന് തോന്നുന്നു അല്ലേ ഇങ്ങനെ മേളിൽ ഈ സംഭവം തൂക്കുന്നത്. Yes, you can do it. ഇത്രേ ഉള്ളൂ. Yeah, thank you. ദനാങ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഞങ്ങളുടെ ഡ്രൈവർ വന്നിട്ടുണ്ട് ബുക്ക് ചെയ്യാൻ. ഇവിടെ വന്നപ്പോൾ അവർ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആണല്ലേ അവർ. സംഭവം റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ? ഇതിവിടുത്തെ മെയിൻ ഇതാണ്, ഡ്രാഗൺ ആണ്. നല്ല സിറ്റിയാണ് കേട്ടോ ദനാങ്. ആമൻ ക്വൈറ്റ് സിറ്റി. വലിയ ട്രാഫിക് ഇല്ലാന്ന് തോന്നുന്നു. നല്ല വെൽ പ്ലാൻഡ് സിറ്റിയാണ് ദനാങ്. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടല്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ദേ അവിടെ കടലാണ് അതിൻ്റെ ബാക്കിൽ. അപ്പുറത്താണ് ദനാങ് ബീച്ച്. ഇതാണ് ദനാങ് സിറ്റി. ഈ സൈഡിൽ ഫുൾ ഇങ്ങനെ ബിൽഡിങ്സ് ആണ്, ഹോട്ടൽസ് ആണ്, എല്ലാ അടുപ്പിച്ചടുപ്പിച്ച്. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ റൂം. പെട്ടിയൊക്കെ കൊണ്ടുവന്നോ? 3 ബെഡുണ്ടോ? യെസ്. ഓ, വ്യൂ ഭയങ്കരമായിരിക്കുമല്ലോ. അപ്പോൾ തുറന്നേ. അടിപൊളി വ്യൂ ആണല്ലോ. അമ്പാ, 19th ഫ്ലോർ. അവിടെ കടലാണല്ലേ? ഓ, സീ വ്യൂ ആണ്. ആ ദേ കടല്, തിരമാലകൾ ഇങ്ങനെ കാണാം. ഇപ്പോൾ ക്ലിയർ ആണോ എന്നറിയില്ല. നാളെ രാവിലെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാം. ഓ, ഇവിടെ കടലാണ്. അവിടെ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കുന്നത് സൂം ചെയ്തെടുക്കാം നമുക്ക്. അവിടെ നൈറ്റ് ലൈഫ് ഉണ്ട്. അവരുടെ പ്ലേറ്റിൽ എന്തൊക്കെ സാധനങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ദേ കണ്ടോ? അയ്യോടാ, 19th ഫ്ലോറാണിത്. നല്ല സിറ്റിയാണ്. അതാണ് ആ ഡ്രൈവർ കയറിയപ്പോൾ തന്നെ പുള്ളിക്കാരി പറഞ്ഞ എന്താ അറിയോ, ഹനോയ് പോലെ അല്ല, ഹനോയിൽ ഓട്ടോയും മറ്റേ ഒരുപാട് വണ്ടികളുടെ ഒരു പൊല്യൂഷനൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ അതില്ലെന്ന്. ഇതാണ് രാവിലത്തെ ഞങ്ങളുടെ ഹോട്ടലിൽ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ. ഇവിടെ കടലാണ്. ആൾക്കാരൊക്കെ രാവിലെ തന്നെ ബീച്ചിലേക്ക് പോയി. ഇപ്പോൾ ഇവിടെ മണി 5:30 ആയതേ ഉള്ളൂ. ഇത്രയും നേരം വെളുത്തു. രാവിലെ തന്നെ ആൾക്കാരൊക്കെ ബീച്ചിലേക്ക് എത്തിയതാ. കണ്ടോ? സൂം ചെയ്തിട്ട് ഇത്രയും ആൾക്കാരിപ്പോൾ ബീച്ചിൽ ഈ സൈഡിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ റൂം. ഹായ്. ശ്രേയ എഴുന്നേൽക്കുന്നേ ഉള്ളൂ. എവിടെ പോയാലും അങ്ങനെയാണ്. ഞാൻ ആദ്യം രാവിലെ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് എല്ലാവരെയും വിളിക്കുക. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി 2nd ഫ്ലോറിലേക്ക് പോവുകയാണ്. യെസ്, അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഐറ്റിനറി എന്ന് പറയുന്നത് ബാണ ഹിൽസ് ആണ്. ബാണ ഹിൽസിലേക്ക് നമ്മുടെ ഹോട്ടലിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അവിടെ നിന്ന് ഹില്ലിന് മേളിലേക്ക് നമ്മൾ പോകുന്നത് കേബിൾ കാറിലാണ്. എന്തായാലും ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷനാണ് ബാണ ഹിൽസ് എന്നുള്ളത്. ഗോൾഡൻ ബ്രിഡ്ജ്, അങ്ങനെ നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുള്ള കുറേ സംഭവങ്ങൾ അവിടെയുണ്ട്. എന്തായാലും കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാം.
ഇതായിരുന്നു ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ലോഞ്ച്. ഇന്ന് ബാണ ഹില്ലിലേക്ക് പോകാൻ പോവാണ്. ഡ്രൈവർ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം അവിടെ ഉണ്ടോ നോക്കാം. നമുക്കിവിടെ പുറത്ത് ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ടല്ലോ ഇവിടെ ഇരിക്കാൻ വേണമെങ്കിൽ. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ പുറത്തെ വ്യൂ. ഡ്രൈവറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. 8:30 എത്തുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ 8:20 റെഡിയായി ഇവിടെ വന്ന് നിൽക്കുകയാണ്. അകത്ത് ലോഞ്ചിലിരിക്കാം. എങ്ങോട്ട് പോകുന്നതെന്ന് പറയും. ബാണ ഹിൽസ് ആണ് മെയിൻ ആയിട്ടുള്ള വിയറ്റ്നാമിലെ ഒരു അട്രാക്ഷൻ. അല്ല, ബാണ ഹിൽസ് ആണ് മെയിൻ ആയിട്ട് ഞാൻ നേരത്തെ വിയറ്റ്നാം എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ബ്രിഡ്ജ്. പക്ഷെ ഇന്നലെ എനിക്ക് ഹലോങ് ബേ ഇഷ്ടമായി, നിംബിങ് ഇഷ്ടമായി, ട്രെയിൻ സ്ട്രീറ്റ് ഇഷ്ടമായി, എല്ലാം ഇഷ്ടമായി ഇതുവരെയുള്ളത്. My name is Tony, the tour guide at Da Nang City today and also tomorrow. Yeah. So for the schedule for today, we go to the Ban An Hills. Yeah, one of the signature of Da Nang City. You know, have a Golden Hand Bridge. Do you know that? Yes. Golden Hand Bridge. After Golden Hand. അതാണ് ഡ്രാഗൺ ബ്രിഡ്ജ്. ഇന്നലെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടില്ലേ? അത് തന്നെയാണ്. വീക്കെൻഡിൽ മാത്രമേ ഉള്ളൂ ഡ്രാഗൺ ഷോ. Do it tonight at 9 p.m. Oh yes. Okay. This is weekend. Oh yeah. Saturday. Really lucky. ഞങ്ങളുടെ ഗൈഡ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു കേട്ടോ. ഞാൻ വെറുതെ ചോദിച്ചു ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ ഒക്കെ എങ്ങനെയാണ്, ക്രൈം റേറ്റ് ഒക്കെ എങ്ങനെയാണ്. 0 ആണ് ക്രൈം റേറ്റ്. അതിശയായിപ്പോയി. അതാണ് ഇന്നലെ നമ്മൾ മറ്റേ യൂറോപ്യൻ ലേഡിയോട് സംസാരിച്ചു. 1 മാസമായിട്ട് ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്നത്. ഒരുപാട് ഫോറിനേഴ്സ് ഇവിടെ വന്ന് കുറേ നാളിങ്ങനെ താമസിക്കുന്നുണ്ട്. വളരെ സേഫാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പോലീസുകാർ വേഷം മാറി എല്ലാ ദിവസവും പല സ്ഥലങ്ങളിൽ വേഷം മാറി ഇങ്ങനെ നടക്കുമെന്ന്. അപ്പോൾ എന്തെങ്കിലും ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് സാധാരണക്കാരോടാണോ അതോ പോലീസുകാരോടാണോ ഇവർ ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ. അങ്ങനെ പിടിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ക്രൈമേ ഇല്ല എന്നാണ് പറയണത്. അതുമാത്രമല്ല ബെഗേഴ്സ് ഇല്ലാത്ത സിറ്റിയാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ കേരളം ഭയങ്കര ഡെവലപ്ഡ് ആയി എന്നൊക്കെ പറയുന്നു. കേരളത്തിൽ വരെ ബെഗേഴ്സ് ഉണ്ട്. അല്ല, ഇന്ത്യയിൽ ഡെഫിനറ്റ്ലി ഉണ്ടല്ലോ. ഇവിടെ ബെഗേഴ്സ് ഇല്ലെന്ന്. കാരണം ബെഗേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഗവൺമെൻറ്. എന്തൊക്കെ കാര്യങ്ങളല്ലേ നമുക്ക് വിയറ്റ്നാമിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഒന്നും അല്ല വിചാരിച്ചിരുന്നത്. വിയറ്റ്നാം ഒരു ദരിദ്ര രാജ്യമാണ്, പാവപ്പെട്ടവരാണ്, കഷ്ടപ്പാടാണെന്നൊക്കെയാണ്. കഷ്ടപ്പാടെന്ന് വെച്ചാൽ ഇവർ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് കേട്ടോ. ഇവർ അവരുടെ കാര്യത്തിൽ വളരെ സിസ്റ്റമാറ്റിക് ആണ്, പങ്ക്ച്വലാണ്. ഡ്രൈവർ 8:30 എന്ന് പറഞ്ഞാൽ 8:30 എത്തിയിരിക്കും. നമ്മൾ 8:25 റെഡിയായിട്ട് നിൽക്കണം. അങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ. എനിവേ, എന്തായാലും വിയറ്റ്നാമിനെ കുറിച്ച് ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് മനസ്സിലായി. വിയറ്റ്നാം ഒരു അടിപൊളി സിറ്റിയാണ്. എല്ലാ ബ്രിഡ്ജും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉണ്ടാവും. ലേഡി ബുദ്ധ. Are we going there? കാലടി എന്താ സ്തൂപം? കാലടിയിലുള്ള സ്തൂപം പോലെ ഉണ്ട്. ഞങ്ങൾ ബാണ ഹിൽസിലേക്ക് പോകാൻ പോവാണ്. താഴെ എത്തി. ഇനി കേബിൾ കാറിൽ കയറിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഇവിടെ ഉണ്ടായിരുന്നു ഹാറ്റ്. ഇവിടെ നിന്ന് വാങ്ങായിരുന്നു. അതേപോലെ അവിടത്തേക്കാളും നീറ്റല്ലേ? അവിടത്തേക്കാളും നീറ്റാണ് ഫീൽ. ഓക്കെ ഓക്കെ, വി വിൽ സ്റ്റാൻഡ് ഹിയർ. കേബിൾ കാർ സ്റ്റേഷനാണ് ഇത്. കേബിൾ കാറിലാണ് നമ്മൾ പോകാൻ പോകുന്നത്.
ഫാസ്റ്റ് ട്രാക്ക് എടുത്തു, അതുകൊണ്ട് അത്ര ക്യൂ ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്, അറിയില്ല. ഫാസ്റ്റ് ട്രാക്കിന് ഇച്ചിരി പൈസ കൂടുതലാണ്. ഓ, ഇതിലെയാണ് ഇപ്പം നമ്മൾ വന്നത്. വാവ്, ഇതൊക്കെ എന്താല്ലേ? അയ്യോ, എനിക്ക് വണ്ടർലേ പോകാനുള്ള എക്സൈറ്റ്മെന്റ്. ഫാസ്റ്റ് ട്രാക്കാണ് ഇത്രയും, നോർമൽ അവിടെ വേറെ. ഫാസ്റ്റ് ട്രാക്ക് ഇല്ലായിരുന്നെങ്കിൽ 1 മണിക്കൂർ ഇരിക്കേണ്ടി വന്നു. അതിലൊന്നും ഫാസ്റ്റ് ട്രാക്ക് നേരെ. യെസ്, ഇത് ഇവിടെ സ്റ്റോപ്പ് ആവില്ല, അതൊക്കെ ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടേയിരിക്കും. പെട്ടെന്ന് കയറിയില്ലെങ്കിൽ അതിങ്ങനെ പോകും. യെസ്. Wow, excited. Oh my god. Oh my god. I'm so afraid. Waterfall ഇതാണോ? അവിടെയൊക്കെ ഉണ്ടല്ലേ. Great. This is beautiful. Yes. അമ്മേ, എനിക്ക് പേടിയാണ്. എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. ഹൈറ്റും വെള്ളം രണ്ടും ഭയങ്കര പേടിയാണ്. എന്നിട്ട് അതിൽ കയറിയിരിക്കുന്ന സത്യമായിട്ട് പേടിയാണ്. എങ്ങനെയുണ്ട്? കൊള്ളാം. ഇനി നാളെ ഇതിലും വലുത് കയറും. ഫുക്കോക്കിലാണ് ഏറ്റവും ലോങ്സ്റ്റ്, 25 minutes ഉണ്ടെന്ന്. സീയുടെ മേളിൽ കൂടെയാ പോകുന്നത്. ഇത് പാടല്ലേ? മരത്തിന്റെ മേളിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് ഗോൾഡൻ ഹാൻഡ് ബ്രിഡ്ജ് കാണാറായി. ഇവിടെ നിന്ന് കാണാം. അങ്ങനെ ഞങ്ങള് ബാണ ഹിൽസ് എത്തിയിരിക്കുകയാണ്. മേളില് ബാണ ഹിൽസിന്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഓ മൈ ഗോഡ്, ഇതാണിപ്പോൾ ഗോൾഡൻ ഹാൻഡ് ബ്രിഡ്ജ്. അങ്ങോട്ട് നടക്കാം. യെസ്. എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം അല്ലേ? പക്ഷെ നല്ല തിരക്കുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? ആ സ്റ്റാർട്ടിങ് മാത്രമേ ഉള്ളൂ ഇത്രയും ഒരു തിരക്ക്. ഇവിടെ കുഴപ്പമില്ല. അടുത്ത സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഫ്ലവർ ഗാർഡൻ എന്നാണ് പുള്ളി പറഞ്ഞത്. നമുക്ക് നോക്കാം. ഇതാണ് ഗാർഡൻ. വാവ്, ഓ മൈ ഗോഡ്, വാവ്. എടുക്കാം, കമോൺ. ആള് വരാണ്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. നോക്കാം നോക്കാം. യെസ്. നോ. എന്താ തോന്നും, പ്ലാസ്റ്റിക്
ആണ് ഒറിജിനൽ ഫ്ലവർ. ദിസ് ഇസ് ഒറിജിനൽ ഫ്ലവർ. Real. റിയൽ ഫ്ലവർ. ഓ മൈ ഗോഡ്. Looks really pretty. ഇനി നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവാം. ഇവിടെ വന്നിട്ട് എവിടെ നോക്കിയാലും ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. തിരക്കുണ്ടെങ്കിലും എല്ലാവരും നല്ല ആൾക്കാരാട്ടോ. ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും മാറി തരുന്നു. എല്ലാവരും നല്ല ആൾക്കാരാ. Flower garden. Okay. Before I give you a chance to take a picture around here, I gotta give you the Buddha statue first. ഓക്കെ And we can come back here again. അപ്പോൾ ലിംഗ് പഗോഡ എന്ന് പറയുന്ന സ്ഥലത്താണ് പോകുന്നത്. അവിടെ ബുദ്ധയാണ്, ബുദ്ധയുടെ ടെമ്പിളാണ് അല്ലേ പപ്പ? അത് തന്നെ. ഇവിടെയാണ് അപ്പോൾ ലിംഗ് പഗോഡ. ഈ പഗോഡയുള്ള സ്ഥലത്താന്ന് തോന്നുന്നു ഇങ്ങനെ മേളിൽ ഈ സംഭവം തൂക്കുന്നത്. ഓ മൈ ഗോഡ്, there is the Buddha. എങ്ങനെയുണ്ടമ്മ? നമ്മുടെ മോഹനരാഗാണ് എല്ലാ പാട്ടും. സരി ഗ പധ പധ സ ദ പധ രി സരി ഗ രി സ ധ പ പധ സരി ഗ പ ഗ പധ പ പധ സ ധ പ ഗ രി ഗ പ ഗ രി സ. ടയർഡായോ അമ്മ? ഇപ്പൊ തന്നെയോ? ഇനി ഉച്ചയ്ക്ക് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് വീണ്ടും പണിയെടുക്കണം. ഇത് മേളിൽ നിന്ന് നോക്കിയാലേ പീക്കൊക്കെ ഒന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇത് ഈഡൻ ഗാർഡൻ. ഈ സംഭവം കുറച്ചൊരു മഞ്ഞ് മാറി കഴിഞ്ഞാൽ ഗോൾഡൻ ബ്രിഡ്ജ് അല്ലേ? ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഭയങ്കര വെയിലായിരുന്നു. ഞാനത് ആലോചിച്ചു, പെട്ടെന്ന് മാറി. ഒന്നും പറ്റില്ലായിരുന്നു. ഫുൾ ടൈം ക്യാപ്പ് വെച്ച് നടക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങോട്ട് കാണുന്നില്ല, അത്രയും മഞ്ഞ്. തണുക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അവിടെ വേറെ വ്ലോഗ് എടുത്തോണ്ടിരിക്കാൻ തോന്നുന്നു. ശ്രേയ പാട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പാട്ട് സെലക്ട് ചെയ്യുന്നേ ഉള്ളൂ. ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഞങ്ങളുടെ സെലക്ഷനൊക്കെ. കാരണം ഓരോ സ്ഥലം എത്തുമ്പോഴും എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് വന്നാൽ അതല്ല ചിലപ്പം ഷൂട്ട് ചെയ്യാൻ പറ്റുക. ചിലപ്പോൾ ഓരോ സ്ഥലത്തെത്തുമ്പോൾ അവിടുത്തെ ആംബിയൻസ് നമ്മൾ വിചാരിച്ചതായിരിക്കില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അവൾക്ക് വേറൊരു പാട്ട് എടുക്കണമെന്ന് തോന്നിയത്. അതാണ് എടുക്കാൻ പോകുന്നത്. സെലക്ട് ചെയ്തോ? എടുക്കാം. ഗോൾഡൻ ബ്രിഡ്ജ് ഇപ്പോൾ മഞ്ഞ് മൂടി, ഒന്നും കാണുന്നില്ല. ഇല്ല, ഫുള്ള് മഞ്ഞ് മൂടി അമ്മ. മഞ്ഞിട്ടല്ലേ ഗാർഡനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. കൊള്ളാല്ലേ? കുറെ തൂണുകൾ വെറുതെ ഉണ്ടാക്കി വെച്ചിരിക്കാം. മഞ്ഞ് നോക്കിയമ്മ, ഇനി ഒന്നും കാണില്ല. വാ, അച്ഛനവിടെ ബോറടിച്ചു.
കയറാൻ പോവാണ്. ദൈവമേ, കണ്ടിട്ട് പേടിയാവണല്ലോ. നിക്കണോ? അയ്യോ, യെസ്, നിക്കണം തോന്നുന്നു. വേറെ ട്രെയിൻ വരണോ? ഓ മൈ ഗോഡ്, ഇതെവിടെയാണ്? ഫ്രഞ്ച് വില്ലേജിലെത്തി അല്ലേ? ഫ്രഞ്ച് വില്ലേജ്. നമ്മളിപ്പം ട്രെയിനിലല്ലേ താഴേക്ക് വന്നേ. ഇനി വീണ്ടും കേബിൾ കാറിൽ കയറിയിട്ട് വേറെ എവിടെയോ പോകണം. ഇരിക്കിരിക്ക. Not scary. We can't see down. Scary. The big cable car. Were you nervous? Yeah. Yes, I was nervous at first, but once we took off, it was fine. I stopped, worrying. Oh my God. Just enjoyed the view. വാവ്, ഇപ്പൊ കുറെ ഗെയിംസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഇത് ഇൻഡോർ ഗെയിംസ് ആണ്. ഇത് നോക്ക്. യെസ്, ദൈവമേ, അവിടെ റോക്ക് ക്ലൈംബിംഗ് നടക്കണം. അയ്യോടാ പാവം, ദൈവമേ, കണ്ടിട്ട് എന്നെ പേടിയാവണല്ലോ. ഇതൊരു അടിപൊളി സംഭവം കേട്ടോ. ഗ്രൂപ്പൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സംഭവം. ഇവിടെ ഒരു ആൽപൈൻ റോളർ കോസ്റ്റർ ഉണ്ട്. അതിൽ കയറാൻ ഞങ്ങൾ കുറേ റീൽസ് കണ്ടിട്ടുണ്ട്. അപ്പം അതിൽ കയറണം വേണ്ട, കയറണോ വേണ്ട എന്നുള്ള ഇതിലായിരുന്നു. ഇപ്പം കയറാൻ തീരുമാനിച്ചിട്ടിരിക്കുകയാണ്. എന്താവും നോക്കട്ടെ. ടിക്കറ്റ് എടുക്കാൻ പോണോ? മൈ ഗോഡ്, സ്പീഡിൽ പോട്ടെ. എനിക്കിഷ്ടായി. ഓ മൈ ഈശ്വര, മേളിലേക്ക് എടുക്കുക. ഓ മൈ ഗോഡ്, വീഴൂല്ലല്ലോ അല്ലേ? ദൈവമേ, പേടിയാവുന്നു. ഇതിനാണ് നമ്മൾ ടെൻഷൻ അടിച്ചത്. ദൈവമേ, മേളിൽ സേഫായിട്ട് എത്തിയാൽ മതി. പറഞ്ഞ എന്നെക്കാളും മണ്ണുള്ള ആളാണ്. സുഖമായിട്ട് പോയിട്ട് വന്നു. പക്ഷെ തെങ്ങിന്റെ മേലെ ഇങ്ങനെ കിടന്നു പോണ പോലെ ഉണ്ട്. Yes. Oh, that's very good. Great.
Yay, thank you. Yes, welcome. எப்படி? അടിപൊളി. ഫ്രഞ്ച് വില്ലേജ് എന്ത് രസമല്ലേ? അയ്യോ വേണ്ട, പക്ഷെ ഇവിടെ ഭയങ്കര ക്രൗഡ് അല്ലേ? എന്ത് രസാ. ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. ഇവിടെ തന്നെ നോക്കാം എന്താ കിട്ടുക നോക്കട്ടെ. ഫുഡ് ഓർഡർ ചെയ്തു. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഫുഡ് വരുന്നുണ്ട്. ആണോ? ഇതിലൊക്കെ വേണമെങ്കിൽ കിടക്കാം അല്ലേ? അത്രയും വലിയ സാധനം. ഓ, ഇത് വെജിറ്റേറിയൻ നൂഡിൽസാ? ഒരു മിനിറ്റ്. ഇതാണ് അമ്മയുടെ വെജ് നൂഡിൽസ്, അപ്പയുടെ റൈസ് ആൻഡ് ചിക്കൻ. ഇവിടെ അവിടെ എന്തോ നടക്കണല്ലോ. ഈ സംഭവം കൊള്ളാല്ലേ? ഇതാണ് റോസ് ഗാർഡൻ. നമ്മൾ ഈഡൻ ഗാർഡനിൽ പോയി, ലവ് ഗാർഡനിൽ പോയി, പിന്നെ ഇത് റോസ് ഗാർഡൻ. എന്തോ ഒരു ഷോ നടക്കുന്നുണ്ട് അവിടെ. ഇവരുടെ എന്തോ പെർഫോമൻസ് ഉണ്ട്. എന്തോ ഫാൻസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സംഭവമായിരിക്കും.
എല്ലാം ഏത് ആംഗിൾ എടുത്താലും ഫോട്ടോ നല്ല ഭംഗിയുണ്ട്. അപ്പം നമ്മൾ നെക്സ്റ്റ് ഒരു 3D മൂവി കാണാനാണ് പോകുന്നത്. എന്തൊക്കെയാണല്ലോ ഇതേ കോമ്പൗണ്ടിൽ നടക്കണേ, നോക്കാം. ശരിക്കും യൂറോപ്പില് പോകാൻ പറ്റാത്തവർക്ക് ഇവിടെ വരാം. ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ യൂറോപ്പിൽ പോകേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞങ്ങൾ വീണ്ടും ട്രെയിനിൽ കയറാൻ പോവാണ്. ഇത് രണ്ടാമത്തെ ട്രെയിനാണ്. യെസ്, ഇപ്പം വിടും, പെട്ടെന്ന് പോവാം. ട്രെയിൻ എടുക്കുവാണ്. രമേശേട്ടാ എങ്ങോട്ടാ പോണേ? മൂവി കാണാൻ പോവാ. മൂവി എന്ത് മൂവിയാന്നുള്ളത് മനസ്സിലായില്ല. 3D മൂവി. ഇവരായിട്ട് എല്ലാം ഈ ഡ്രാഗൺ കണക്റ്റഡ് ആണ് എല്ലാ സ്ഥലത്തും. ഒരു നിഗൂഢത പോലെ ഉണ്ടല്ലേ. അങ്ങനത്തെ മൂവിയാന്ന് തോന്നുന്നു. എന്തോ മാജിക്കിന്റെ ഒക്കെ മൂവിയാ, ഹാരി പോട്ടറിന്റെ പോലത്തെ. പക്ഷെ അത് 3D ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ലടാ. ഇതൊക്കെ ഓരോ ടൂർ ഗൈഡുകൾ ഓരോ ഗ്രൂപ്പായിട്ട് ആൾക്കാരെ കൊണ്ടുവന്നിരിക്കുക. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ബിൽഡിങ്ങിനകത്താണ് 3D ഫിലിം ഷോ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ തുടങ്ങാൻ ഒരു 10 മിനിറ്റ് താമസം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. ഇതിൻ്റെ വ്യൂ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. ഒരു സൈഡ് കണ്ടില്ലേ, ഈ സൈഡിൽ കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മറ്റുള്ള ബിൽഡിങ്ങുകൾ കാണാം. അമ്യൂസ്മെൻറ്റ് പാർക്ക് ഓരോ ബിൽഡിങ്ങിനും കിട്ടിയിരിക്കുകയാണ്. അവിടെ കണ്ടില്ലേ, താഴെ നിന്ന് കയറി വരുന്ന കേബിൾ കാറുകൾ കണ്ടോ, അതിങ്ങനെ ഭംഗിയായിട്ട് കാണാം. ഇത് കണ്ടില്ലേ, ഒരു വലിയ കൊട്ടാരം. ഇനി അതിനകത്തുള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരാൾ കണ്ടില്ലേ, ഷോൾഡറിൽ വലിയ പാർക്കലിൽ ചുവന്ന് നിൽക്കുന്ന പോലെയുള്ള ഒരു ശില്പം. അതാണ് ആ സ്റ്റോണിൻ്റെ വലിയൊരു മലയാണത്. അതങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് അതങ്ങനെ കാർവ് ചെയ്തെടുത്തിരിക്കുകയാണ്. തുടങ്ങാൻ കുറച്ച് താമസമുള്ളതുകൊണ്ട് ഞങ്ങളൊന്ന് പുറത്തു പോയതാണ്. അവിടെ കുറേ ഫോട്ടോസ് എടുത്തു, അടിപൊളി സ്ഥലം. ഇതേ തിരിച്ച് മൂവി തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞു. സോ അങ്ങോട്ട് നടക്കുക. യെസ്, അപ്പം ഞങ്ങൾ മൂവിക്ക് കയറാൻ പോവാണ്. കൗണ്ട് ഡൗൺ 0 ആയി. താങ്ക് യു. ഓ മൈ ഗോഡ്, ഇതാണ് വിയറ്റ്നാമിലെ ലാർജസ്റ്റ് തിയേറ്റർ കേട്ടോ. കഴിഞ്ഞു ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലേ? നിൽക്കണം. ഹോററല്ല, ബട്ട് സ്റ്റിൽ ഓക്കെ. വാവ്, യെസ്, ഓക്കെ. ഇനിയുണ്ടെന്ന് ഒരു മൂവിയും കൂടി ഉണ്ടെന്ന്. ഇപ്പം നമ്മൾ കണ്ടത് ആനിമേഷൻ ആയിരുന്നു. ഈ ട്രെയിൻ റൈഡും ഗുഹയിൽ കൂടെ പോകുന്നതും പിന്നെ സ്പൈഡർ വരുന്നതും അങ്ങനെയൊക്കെയുള്ള സംഭവം. ഇനി ശരിക്കുള്ള അടിപൊളി മൂവി വരുന്നു എന്നാണ് പുള്ളി പറയുന്നത്. ശരിയാണല്ലോ. കേറാം. അയ്യോ, ഓ മൈ ഗോഡ്, ഇതെന്താ സംഭവം?
മറ്റേ സ്റ്റാർ വാസ് ഇല്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ് തോന്നുന്നു. സ്റ്റാർ വാസ് പോലെ. അതാണോ ഇത്? ദൈവത്തിനറിയാം. ഓ മൈ ഗോഡ്, വൗ. അതെ. For your status scan no for pregnant woman, no baby, and weak people. Get inside with കൗണ്ട് ഡൗൺ ഉണ്ട്. 1:37. ഓക്കെ, ഇനി 1.5 മിനിറ്റ്. എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അടിപൊളിയല്ലേ? അടിപൊളി. അതായത് നമ്മളതിൽ ഒരു ഇരുന്നിട്ട് ശരിക്കും ഫ്രണ്ടിൽ ഇങ്ങനെ നേരെ പറന്ന് ഓരോ സ്ഥലത്ത് പോകുന്ന പോലെയുള്ള ഒരു ഫീൽ. 5 കോണ്ടിനെന്റിൽ കൂടെ ഇങ്ങനെ പറന്നുപോയി. അപ്പം തണുപ്പുള്ള സ്ഥലത്ത് എത്തുമ്പോൾ തണുത്ത കാറ്റ്, അവിടെ എത്തുമ്പോൾ ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യും. ഈജിപ്തിലൊക്കെ പോയപ്പം ഈജിപ്തിൽ മേളിൽ കൂടെയാണ് ഫുൾ ഇങ്ങനെ ഡ്രോൺ ഷോട്ട് എടുക്കുമ്പോൾ ഡ്രോണിൻ്റെ മേളിലിരുന്ന് താഴേക്ക് നോക്കുന്ന പോലുള്ളൊരു ഫീലിംഗാണ്. അപ്പോൾ ഈജിപ്തിലൊക്കെ ഈജിപ്ത് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ചൂട്, മറ്റേ സ്ഥലത്ത് മഴ, അങ്ങനെ ഓരോ സ്ഥലത്ത് പോയി അവസാനം നമ്മൾ വിയറ്റ്നാമിൽ വരുന്നതായിട്ടാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ശരിക്കും നാച്ചുറലായിട്ട് നമ്മൾ ഫ്ലൈറ്റിന്റെ മേളിൽ കയറി ഇരുന്നിട്ട് സത്യം ബാക്കി ഫ്ലൈറ്റ് പോകുന്നൊക്കെ കാണുന്നു. ഇങ്ങനെ നേരെ നമ്മുടെ ഫ്രണ്ടിൽ ഈ സ്ഥലമാണ്. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. അടിപൊളിയല്ലേ? ഓഫ്, പൊളി. കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താ നോക്കാം. നമ്മുടെ ആളെ കാണുന്നില്ലല്ലോ. എല്ലാം ഇന്നത്തെ ഏകദേശമുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞു. തിരിച്ചു പോകാനാണ് പ്ലാൻ എന്ന് തോന്നുന്നു. മൂവിയും കഴിഞ്ഞു. അടിപൊളിയായിരുന്നു എന്തായാലും ബാണ ഹിൽസ്. അപ്പം തിരിച്ച് ഞങ്ങൾ എവിടേക്കും ഒക്കെ ട്രെയിൻ കയറി, ഒരു ബിൽഡിങ്ങിൽ ലിഫ്റ്റ് കയറി, തിരിച്ചത് ഇവിടെ തന്നെ എത്തി. എങ്ങനെയാണ് വഴിയെന്നൊന്നും അറിയില്ല, നമുക്ക് ആ ചേട്ടൻ പറഞ്ഞുകൊണ്ടാണ് മനസ്സിലായത്. സോ ഇതും ഒരു അടിപൊളി സ്ഥലം. ഇപ്പോൾ അതേ ചായ കുടിക്കാനായിട്ട് ഒരു കടയിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ കറങ്ങി നോക്ക്. അവിടെ നമ്മൾ പോയില്ലല്ലോ, എന്താ സംഭവം? അവിടെ വർക്ക് നടക്കുന്നേ ഉള്ളൂ. ഈ ബ്യൂട്ടിഫുൾ. അത് അവിടെ ഒക്കെ ആ പാറയിൽ ഓരോന്ന് ശില്പങ്ങൾ ചെയ്തോണ്ടിരിക്കും. ഓ യെസ്, കറക്റ്റ്. നോ എവറിത്തിങ് ഈസ് ഹിയർ. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ വന്ന പോലെ തന്നെ കേബിൾ കാറിൽ കയറി തിരിച്ചു പോവാണ്. അടിപൊളി ദിവസമായിരുന്നു. ഇവിടെ നോക്കിയ ഇത്രയും സംഭവങ്ങളുണ്ടായിരുന്നു. ഇതിലെല്ലാം നമ്മൾ കയറി. അതെന്താ സംഭവം എന്നറിയോ? വലിയൊരു മലയാണ്, അതിലാണ് ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ മലയിൽ നിന്ന് തന്നെ വേറൊരു മലയിലേക്ക് പോകാനായിട്ട് അവർ ട്രെയിൻ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് തന്നെ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരാൾ പറഞ്ഞാലില്ലെങ്കിൽ ഒരു ഇവിടെ സ്റ്റോപ്പ് ഉണ്ടോ? We have to get down here. ഓ ദൈവമേ, ഇതായിരുന്നു വേണ്ടിയിരുന്നത്. മാപ്പില് അപ്പുറത്തെ പറമ്പ് വരെ ഉണ്ടല്ലോ. ഒരുപാടുണ്ട്. അതാണ് നമുക്ക് ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് ട്രെയിൻ. യെസ്. ഓ, ഇതെല്ലാത്തിനും ഇങ്ങനെ എഴുതിയുണ്ട്. മൂൺ കിങ്ഡം, കേബിൾ കാർ വരെ ഉണ്ട്. ആണോ? കേബിൾ കാർ ഉണ്ട്, മറ്റേ റോളർ കോസ്റ്റർ ഉണ്ട്, ദേ ഉണ്ട് അപ്പുറത്ത്. ഓ എന്റെ ദൈവമേ, ഇത് എങ്ങനെ ഉണ്ടാക്കി? ഡ്രോൺ ഷോട്ട് എടുത്ത പോലെ ഇല്ലേ? സത്യം. ദേ ട്രെയിൻ, കേബിൾ കാർ. ദേ ഇവിടെ നിന്ന് താഴേക്ക്, ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുന്ന കേബിൾ കാർ. ഇത്രയും കേബിൾ കാർ ഉണ്ട്. റൈഡ് നമ്മൾ കേറിയ റൈഡ് അതേപോലെ ഉണ്ടാക്കിയിരിക്കണു അല്ലേ? മോഡൽ അതേപോലെ ഉണ്ടാക്കിയിരിക്കുന്നു. സ്റ്റാർബക്സ്, അതാണ് സ്റ്റാർബക്സ്.
ശരിയാണല്ലോ ദൈവമേ, എല്ലാം അതേപോലെ തന്നെ ചെയ്തിരിക്കണം. വാവ്, സമ്മതിക്കണം അല്ലേ, ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. ശരിക്കും ഞാൻ മനസ്സിൽ വിചാരിച്ചതാ ഇതിന്റെ മേളിൽ ഡ്രോണിൽ നിന്നൊരു നമ്മളിപ്പോൾ പോയ സ്ഥലത്തിന്റെ ഒരു കാണാൻ പറ്റിയായിരുന്നു. കറക്റ്റ് ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു സാധനം. See you again. Bye bye. ഞങ്ങളങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വണ്ടി വന്നു. ഇവിടെയുള്ള വണ്ടികളെല്ലാം എന്താ ഇങ്ങനത്തെ വണ്ടികളാണ്. ഗുഡ് ബൈ ബാണ ഹിൽസ്. മിസ് ചെയ്യും, ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. കാരണം അത്രയും സ്ഥലങ്ങളാണ് ഒരു ദിവസം നമ്മൾ കവർ ചെയ്തത്. അതും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇത്രയും ആൾക്കാർ അവിടെ വന്നിട്ട് പോലും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാവരും എല്ലാ സ്ഥലങ്ങളും വളരെ സമാധാനമായിട്ട് കണ്ടു തീർത്തു. ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്തു. അപ്പോൾ ഗുഡ് ബൈ പറയാം ബാണ ഹിൽസിനോട്. ഇനിയും വിയറ്റ്നാമിൽ ഇനിയും വരാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് എല്ലാവിധ ആശംസകളും. നിങ്ങൾ ധൈര്യമായിട്ട് വിയറ്റ്നാമിലേക്ക് വന്നോളൂ. അടിപൊളി സ്ഥലമാണ്, ഒന്നും പറയാനില്ല. നല്ല ആൾക്കാരും ചിലരൊക്കെ കുറച്ച് റൂഡാണ്. അത് നോർമലി അതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, ഉണ്ടല്ലോ. അങ്ങനല്ല, പക്ഷെ പൊതുവെ ഫ്രണ്ട്ലിയാണ്, എല്ലാവരും ഫ്രണ്ട്ലിയാണ്. പിന്നെ എന്താ പറയാ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ടൂറിസ്റ്റിന് വന്നാല് എന്ത് കാര്യത്തിനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഈ അവിടെ വാഷ്റൂംസ് ഉണ്ട്, നല്ല ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂംസ്, നല്ല റെസ്റ്റോറൻറ്റ്സ്. അതെ, അപ്പം അതാണ് ഇന്നത്തെ ദിവസം. ഇനിയിപ്പോ റൂമിൽ പോയിട്ട് വീഡിയോ എടുക്കുന്നില്ല, വേറൊരു സ്ഥലത്തൂടെ പോകാനുണ്ട്. ഇന്ന് ടയേർഡാണ്, ബട്ട് പോകുകയാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം. അവിടെ പോകണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, വീക്കെൻഡ്സിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമാണ് വിയറ്റ്നാമിൽ, ദനാങ്ങിൽ. അപ്പോൾ അത് കാണാൻ പോകണം എന്നുണ്ട്. റൂമിൽ പോയിട്ട് 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ കിട്ടും. എന്നിട്ട് നമുക്ക് ഇറങ്ങാം. ഓക്കെ, ഞങ്ങളപ്പോൾ ബാണ ഹിൽസിൽ പോയിട്ട് റൂമിൽ പോയി, എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഇപ്പോൾ ഒരു 7:45. യെസ്, ഞങ്ങൾ കഴിക്കാനായിട്ട് ഇറങ്ങുവാണ്. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ട്, അത് തപ്പിക്കൊണ്ടിരിക്കുക ലൊക്കേഷൻ. ഇവിടെ അടുത്ത് തന്നെ ഒരു നല്ല ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ട്. നടന്നു പോവുകയാണ് അങ്ങോട്ട്. ഇവിടെ അടുത്ത് തന്നെയാന്ന് തോന്നുന്നല്ലേ? ഇതാണോ? ആ, ഓക്കെ. ഇവിടെ വന്നതിന് ശേഷം ഒരു തവണയും നമ്മൾ ഇന്ത്യൻ ഫുഡ് കഴിച്ചിട്ടുള്ളൂ. എവിടെയാ? ഹനോയിൽ അന്ന് രാത്രി ഒരു സ്ഥലത്ത്, ഋഷികേശ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ അല്ലേ. ഇനിയിപ്പോൾ ഇന്നാണ് കഴിക്കാൻ പോകുന്നത്, എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇത് ഇപ്പോൾ ബീച്ചിൻ്റെ സൈഡിലാണ് ഈ റെസ്റ്റോറൻറ്റ്സ് എല്ലാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒക്കെ ഹോട്ടൽസാണ്. ഇതാണ് ബീച്ച്. ഇതാണ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അമ്പ കൊള്ളാലോ, ബീച്ച് വ്യൂ ആണ്. കൊള്ളാം. ഇവിടെ എല്ലാം ഇന്ത്യൻസ് തന്നെ ഇരിക്കുന്നത് കഴിക്കാൻ. ദൈവമേ, റോഡിന്റെ നടുക്ക് ഇരിക്കുകയാണ് ചെയ്യുന്ന കാണാം. ആരാ അതിന്റെ ആള്? അവിടെ പോയി ചോദിക്കണ്ടേ? ഇവിടെ അത് കുഞ്ഞു കുട്ടികൾക്കുള്ള. അയ്യോ, താങ്ക് യു.